ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അർണൂസ് കിച്ചൺ. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് തലശ്ശേരി നെയ്ച്ചോറും ഇറച്ചിക്കറിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ അധിക പേരും ബിരിയാണിയൊക്കെ തിന്ന് മടുത്തവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വെറൈറ്റി ആയിട്ട് തലശ്ശേരി നെയ്ച്ചോറും ഇറച്ചിക്കറിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ അർണൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് നോർമലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറും ഇറച്ചിക്കറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട്. കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ജീരശാല റൈസ്, നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ, ചെറിയ അരിയാണ് ഇത്. അപ്പോൾ നമ്മുടെ എപ്പോഴും തലശ്ശേരി ബിരിയാണിക്ക് നെയ്ച്ചോറിനെല്ലാം ഉപയോഗിക്കുക ചെറിയ അരിയാണ്. നമ്മൾ ബാക്കിയുള്ള റൈസൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും ചെറിയ റൈസാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. 1.5 സ്പൂൺ വരെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുക്കി വരട്ടെ. പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒന്നും ഓയിൽ ഉപയോഗിക്കുന്നില്ല. കാരണം ബാക്കിയുള്ള ഓയിലിന് ചെറിയ സ്മെല്ലുണ്ടാവും. സൺഫ്ലവർ ഓയിലാകുമ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓയിലൊക്കെ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പട്ടയും കറാമ്പൂ ഏലയ്ക്കും കുറച്ച് പെരിഞ്ചീരകം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉള്ളിയും, കാരണം സവാള ചെറിയ നൈസായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അധികം വാടണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഞാൻ അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കണം നമുക്കിനി. അരി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്ന നേരം നമുക്കിത് നന്നായിട്ടൊന്ന് സിമ്മിൽ കിടന്ന് വേണം വാട്ടിയെടുക്കാൻ. നമുക്ക് സിമ്മിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. തീ കൂട്ടി വെക്കാറ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിത് സിമ്മിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ അരി ഒന്ന് വാട്ടിയെടുക്കുന്നത്. അരി നന്നായിട്ട് വാടുന്ന സമയത്ത് നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിന്, അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഞാനിവിടെ അപ്പുറത്ത് ഗ്യാസിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ അതേപോലെ 4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. നല്ല തിളക്കുന്ന വെള്ളമാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് നമുക്ക് അരിയുടെ സൈഡൊക്കെ ഒന്ന് ഇത് വെള്ളത്തിലിടാം. ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച്, വെള്ളത്തിന് കുറച്ച് ഉപ്പ് ജാസ്തി നിൽക്കുന്നതാകും കൂടുതൽ നല്ലത്. കാരണം വെച്ചാൽ ചോറിൽ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അത് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് എന്നോട് വിട്ടുപോയതാണ്. അരി വാട്ടിക്കഴിഞ്ഞാണ് നമ്മളിതിനകത്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കണമായിരുന്നു. അതെന്നോട് വിട്ടുപോയതാണ്. അതുകൊണ്ട് ഈ സമയത്താണ് ഞാൻ ക്യാരറ്റ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം ഫസ്റ്റ് ചേർക്കണം ക്യാരറ്റ്. അരി വാട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിത് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഞരണ്ടിയിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ല ഗോൾഡൻ കളർ ആവുന്ന നേരം നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും.
അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിക്കിട്ടും. ഞാൻ കുറേ വീഡിയോ ഒക്കെ കട്ടാകുന്നതാണ്, അധികം വീഡിയോ ഞാൻ ഇതിലേക്ക് കാണിക്കുന്നില്ല. അപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തോടെ നമ്മൾ മാറ്റി വെക്കാൻ. ഇനി ഞാൻ കുറച്ച് ഇതേ നെയ്യ് തന്നെ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസ് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഞാൻ അധികം ഉപയോഗിക്കാൻ എനിക്ക് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുക്കർ തുറക്കാൻ പോവാണ്. കുക്കർ തുറന്ന് നന്നായിട്ട് ചോറൊക്കെ നല്ല ലെവലിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വറുത്ത് വെച്ച് കാഷ്യൂനട്ടും കിസ്മസൊക്കെ കുറച്ച് അതിൻ്റെ അകത്തുള്ള നെയ്യും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത്, പിന്നെ ഡെക്കറേഷന് വേണ്ടി ഞാൻ വറുത്ത് വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇറച്ചി കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ വീഡിയോ കുറച്ച് ചുരുക്കിയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇതാക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നില്ല. അപ്പോൾ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറുതായി അരിഞ്ഞ സവാള, പിന്നെ ഒരു തക്കാളി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല ഒരു സ്പൂൺ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് ഞരണ്ടി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഈ ചിക്കനിലേക്ക് എല്ലാ മസാലയും കയറി പിടിക്കാൻ രീതിയിൽ വേണം നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ കൈകൊണ്ട് ചെയ്യുന്നതിനായിരിക്കും കൂടുതൽ നല്ലത്. കാരണം എല്ലാ ചിക്കനൊക്കെ ഉള്ളിയൊക്കെ നന്നായിട്ട് കൈകൊണ്ട് ഞരണ്ടി നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ആക്കി വെക്കുന്നത് നല്ലത്. കാരണം ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ചൂടാക്കിയ ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ഇത് വാട്ടിയെടുക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അരമണിക്കൂറായി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വേവിക്കാൻ വെക്കുകയാണ്. ചിക്കൻ വേകുന്നേരം നമുക്കിത് വറുത്തെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ എൻ്റെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. കുറച്ചുകൂടി ഇത് വാടി കിട്ടണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അധികം ബ്രൗൺ കളർ ആക്കുന്നില്ല കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല അധികം ബ്രൗൺ കളർ ആക്കുന്നത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ബ്രൗൺ കളർ തന്നെ ഇത് എടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂട് തണിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂട് നന്നായിട്ട് തണിയണം മിക്സിയിലിട്ട് അരക്കുമ്പോൾ, അല്ലെങ്കിൽ മിക്സി പോയി പോവും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ തണിയാൻ വെച്ച് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. നമുക്ക് അരച്ചെടുത്ത് വരാം. അപ്പോഴേക്കും എൻ്റെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് ചേർക്കണം. ഒക്കെ നമുക്ക് നന്നായിട്ട് വെന്തതാണ് കേട്ടോ. ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അരച്ചത് ചേർക്കുകയാണ്. തേങ്ങ വറുത്തരച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഉപ്പ് കുറവായിരിക്കും, തേങ്ങയൊക്കെ വരുന്ന സമയത്ത് ഉപ്പ് കുറവായിരിക്കും. ആ സമയത്ത് ഉപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വറ്റി എനിക്ക് കുറുകി വരണം. ഇതിനകത്തേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ചിക്കനകത്ത് താളിക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൊത്തിടുന്നില്ല. തേങ്ങ കൊത്തി നിങ്ങൾക്ക് ഇഷ്ടമാണ് തേങ്ങ കൊത്തിടാം. അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ട് താളിക്കുകയാണ്. നന്നായിട്ട് കടുക് പൊട്ടിട്ടെ. നമുക്ക് ഈ കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് ചിക്കനിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തലശ്ശേരി നെയ്ച്ചോറും ഇറച്ചിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.